2025 കഴിയാറായി, 2026 അപ്പോൾ നമ്മളെല്ലാവരും എല്ലാ ന്യൂ ഇയറിനും പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ 2026 നിങ്ങളുടെ തീരുമാനം നല്ലതാകാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പുതിയൊരു കോഴ്സ് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു അപ്സ്കില്ലിംഗ് നടത്തുക എന്നുള്ളത്. നമ്മുടെ കോളേജ് കഴിഞ്ഞവർക്കും കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും ഡിഗ്രി ഏത് സ്ട്രീമാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ വീട്ടിലിരിക്കുക, പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു കരിയർ ഗ്യാപ്പ് വന്ന് പിള്ളേരൊക്കെ ആയി ഇപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുക, വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ പഠിക്കാൻ പറ്റിയൊരു കോഴ്സാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പുതിയൊരു തുടക്കം തന്നെയാകാം ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. ഇനി ഇത് പഠിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, ഏതെല്ലാം ജോബ് റോൾ ഇതിലുണ്ട്, എത്രമാത്രം സ്കോപ്പാണ്, ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇതിലുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു കോഴ്സ് പഠിക്കാൻ നേരത്ത് എല്ലാവർക്കുള്ള സംശയമാണ്, എനിക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അല്ലെങ്കിൽ എനിക്കൊരു ബേസിക്സ് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും അത് ഒരു ബുദ്ധിമുട്ടായിട്ട് കാണാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് വായിക്കാൻ അറിയാം, എഴുതാനറിയാം, അതായത് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ +2 കഴിഞ്ഞവർക്കാണെങ്കിലും നിങ്ങൾക്കൊരു സൈഡായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി ചെയ്തുകൊണ്ട് തന്നെ ഈ കോഴ്സ് പഠിക്കാം. അത്രയും ഈസി ആയിട്ടാണ് നമ്മളിത് സിലബസ് ഡിസൈൻ ചെയ്തിരിക്കുന്നതിൽ. ഈ ഒരു കോഴ്സ് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം അടുത്ത 10 വർഷത്തേക്ക് അത്രമാത്രമാണ് നമ്മുടെ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുന്നത്. പറയുന്ന പോലെ ഹോട്ടൽസ് കൂടുന്ന പോലെ തന്നെ ഹോസ്പിറ്റൽസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓരോ ദിവസവും നമ്മൾ അറിയാത്തതും അറിയുന്നതുമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങളാണ്. അപ്പോൾ ഈ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ക്ലിനിക്സും ഹോസ്പിറ്റൽസും ഒക്കെ, മൾട്ടി സ്പെഷ്യാലിറ്റി ആണെങ്കിലും നോർമൽ ആണെങ്കിലും ക്ലിനിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസം കൂട് മുളയ്ക്കുന്നത് പോലെയാണ് ഹോസ്പിറ്റൽസ്. അപ്പോൾ അതങ്ങനെ വരുന്നതിന് കാരണം ഫ്യൂച്ചർ കാണുന്നത് ഹെൽത്ത് കെയറിലായതുകൊണ്ട് തന്നെയാണ്. അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഓൾറെഡി നടത്തിയിട്ടുണ്ട്. അടുത്ത 10 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി നടത്തിയിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം എത്രമാത്രം വൈഡ് ആയിരിക്കും ആ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. അപ്പോൾ ഒരു പുതിയ കരിയർ ആഗ്രഹിക്കുന്നവർക്കും ലൈഫ് ലോങ് ഒരു വലിയ, അതായത് ഹയർ പൊസിഷൻസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു കോഴ്സാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് കോമൺ ആയിട്ടുള്ള സംശയമാണ്, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ പേരുണ്ട് അല്ലേ. അപ്പോൾ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യണമെങ്കിൽ സയൻസ് വേണം, അല്ലെങ്കിൽ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം. കാരണം അവിടെയുള്ള ഡോക്ടേഴ്സിനും SSA ആണല്ലോ, അവർ 5-6 വർഷം പഠിച്ചിട്ട് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ +2 സയൻസ് ഒക്കെ എടുത്ത ആൾക്കാരാണ്. അപ്പം ഞാൻ +2 ഹ്യൂമാനിറ്റീസ് ആയിരുന്നു, അല്ലെങ്കിൽ കൊമേഴ്സ് ആയിരുന്നു, അപ്പോൾ എനിക്ക് പറ്റുമോ എന്നുള്ള ഡൗട്ട്സ് കോമൺ ആയിട്ട് ഒരുപാട് പേർക്കുണ്ട്. പക്ഷേ ഒരുവിധം ഇപ്പോൾ അത് മാറി വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്റ്റുഡൻസിനൊക്കെ അത് അറിയാം, അത് ആവശ്യമില്ല എന്നുള്ളത്. എന്നാൽ അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഏത് സ്ട്രീം ആയിക്കോട്ടെ, +2 ഡിഗ്രി നിങ്ങൾ ഏത് സ്ട്രീം ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പഠിക്കാം. പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ്, ലീഡർഷിപ്പ് തിയറീസിലൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ, ഇപ്പോൾ ഈ മാനേജ്മെൻറ്റ് തിയറി പാർട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു കോഴ്സാണ് നമ്മുടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. കാരണം അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നന്നായിട്ട് അവരുടെ കരിയറിൽ തിളങ്ങാനവർക്ക് പറ്റും. കാരണം അത്രയും ജോബ് റോളാണ് അതുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കോഴ്സിൽ ഉള്ളത്, ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ മെയിനായിട്ട് എല്ലാവരും പറയുന്നത്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഓഫീസിലല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ, റിസപ്ഷനിലല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അടുത്ത CEO ലെവലിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ മാനേജിങ് ബോർഡിലിരിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറയുന്നത് ഈ എന്ത് പഠിച്ചിട്ടായിക്കോട്ടെ നേരെ പോയിട്ട് ഒരിക്കലും അവിടെ ഇരുന്നവരല്ലല്ലോ. വൺസ് അവരും ഇങ്ങനെയായിരുന്നു. അതായത് നമ്മുടെ എൻട്രി ലെവൽ ജോബ് ഏതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ സ്കില്ലിൽ നിങ്ങൾ നടത്തുന്ന അപ് സ്കില്ല്, അതുപോലെ നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇത് വെച്ചിട്ടാണ് നിങ്ങളുടെ കരിയർ ഗ്രോത്ത് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് ഹയർ പൊസിഷനിലേക്കൊക്കെ പ്രൊമോഷൻസ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മുടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, ഏത് കോഴ്സ് പഠിച്ച ആളുകളാണെങ്കിലും നിങ്ങൾ സ്വയം ഇൻവെസ്റ്റ് ചെയ്യാതെ, അതായത് നിങ്ങൾ നിങ്ങളുടെ അപ് സ്കില്ല് ചെയ്യാതെ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും കരിയർ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് റിസപ്ഷനിൽ നിന്നാണെങ്കിലും ആഫ്റ്റർ 5 ഇയേഴ്സ് അല്ലെങ്കിൽ 6 ഇയേഴ്സ് വരെ ഹോസ്പിറ്റലിൽ CEO ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പെർഫോമൻസും നിങ്ങളുടെ കഴിവുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഒരിക്കലും ഇത് പഠിച്ചിറങ്ങിക്കാൻ എനിക്ക് ഇതല്ലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് പഠിച്ചിറങ്ങി ജോബ് കിട്ടുക എന്നുള്ളതിലാണ് കാര്യം. ആ കിട്ടിയിട്ട് അവിടുന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ബെറ്റർ ആക്കി എടുക്കുക. 6 മന്ത്സ് കൊണ്ട് പ്രൊമോഷൻ കിട്ടുന്നവരുണ്ട്, 1 ഇയർ കൊണ്ട് കിട്ടുന്നവരുണ്ട്, കഴിഞ്ഞ 5 വർഷമായിട്ട് കിട്ടാത്തവരുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പെർഫോമൻസിൻ്റെ ബേസിലാണ് ഇരിക്കുന്നത്. മറ്റൊന്ന്, ഈ ഒരു കോഴ്സിൽ ഏതെല്ലാം ടൈപ്പ് ഓഫ് ജോബാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഫ്രണ്ട് ഓഫീസ്, റിസപ്ഷൻ, ഇതൊക്കെ ഭയങ്കര കോമൺ ആണ്. അത് കേൾക്കുമ്പോൾ തന്നെ കുറേ പേർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഭയങ്കര ഒരു മടി കാണിക്കും അതിനോട്. പക്ഷെ നിങ്ങൾക്ക് അവിടെ നിന്നിട്ടേ നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ
നിങ്ങൾ എവിടെ ജോലിക്ക് കയറിയാലും, ഹോസ്പിറ്റലിൽ നിങ്ങൾ എവിടെ ജോലിക്ക് കയറിയാലും, നിങ്ങൾ ആദ്യം ഒരു 6 months ഇല്ലെങ്കിൽ കുറഞ്ഞത് 3 months കൊണ്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട് ഓഫീസിലിരിക്കുക. ഒരു ഹോസ്പിറ്റലിൽ റിസപ്ഷനിൽ നിങ്ങൾ ഇരിക്കുക. അവിടെ ഇരുന്നേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഇരുന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ആളുകളാണ് ഒരു ദിവസം വരുന്നത്, എത്ര ടൈപ്പ് ഓഫ് പേഷ്യൻസ് ആണ് വരുന്നത്, എത്ര ഇഷ്യൂസ് ആണ് ഒരു ദിവസം ഉണ്ടാകുന്നത്, ഓരോ പേഷ്യൻസിന് തരുന്ന ഫീഡ്ബാക്ക് എന്തൊക്കെയാണ്, ഇവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, വരുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് വിടാം. അങ്ങനെയുള്ള നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഈ ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈവൻ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത സമയത്താണെങ്കിൽ ഞാൻ ആദ്യം ഇരിക്കുന്നത് എവിടെയാണ്, ഫ്രണ്ട് ഓഫീസിലാണ്. അപ്പോൾ ഈ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾ വരുന്ന ഒരു ഏരിയ ആണ് ഫ്രണ്ട് ഓഫീസ്. എല്ലാവരും നമുക്ക് ഒരുമിച്ച് കാണാം, വരുന്നവരെല്ലാം നമ്മളെ കണ്ടിട്ടേ പോകുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ, ഓരോ പേഷ്യൻസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അവരുടെ ഇഷ്യൂസ് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, അവർക്ക് എങ്ങനെ ആളുകളെ നമ്മൾ അവരായിട്ട് എങ്ങനെ നമ്മൾ സംസാരിക്കണം, ഇടപഴകണം, എന്ത് റിപ്ലൈ അവർക്ക് കൊടുക്കണം, എങ്ങനെ അവരെ കെയർ ചെയ്യണം, എങ്ങനെ അവരെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുള്ള നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും, ഈ ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിൽ നിന്ന് കിട്ടും. അവിടെ നിന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു മാനേജർ ആവാൻ പറ്റുള്ളൂ, നല്ലൊരു CEO ആവാൻ പറ്റുള്ളൂ. കാരണം ഒരു ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കാതെ അല്ലെങ്കിൽ റിസപ്ഷൻ എന്താണെന്ന് അറിയാതെ നിങ്ങളൊരു CEO ലെവലിലേക്ക് പോയി, ഒരു മാനേജർ ലെവലിലേക്ക് പോയി, നിങ്ങളുടെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതായത് ആ ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിലും റിസപ്ഷനിലും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിലും വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു CEO അല്ലെങ്കിൽ ഒരു മാനേജറോ ഒന്ന് കംപ്ലയിൻറ്റ് പറയുകയാണ് ഇങ്ങനത്തെ പേഷ്യൻസ് ആണ്. അപ്പോൾ അവിടെ ഇരുന്ന് അത് മനസ്സിലാക്കാത്ത ആൾക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയില്ല, ഇവരുടെ പ്രശ്നങ്ങൾ ഒരുപാട് അങ്ങോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ പ്രോബ്ലം വരുമ്പോൾ അതിന് സൊല്യൂഷൻ കൊടുക്കാൻ കഴിയില്ല. നേരെ മറിച്ച് വൺസ് നിങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവരുടെ പ്രശ്നങ്ങൾ ഒരു പരിധിക്കുള്ളിൽ മനസ്സിലാക്കാനോ അതിന് പെർഫെക്റ്റ് ആയിട്ട് സൊല്യൂഷൻ പിടിച്ച് കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ എല്ലാ മേഖലയിലും ഒരു ഹോസ്പിറ്റലിൻ്റെ നോൺ മെഡിക്കൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മേഖലയിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മുടെ കരിയർ ഗ്രോത്ത് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ്, അതുപോലെ തന്നെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഇവർക്ക് ഇൻ്റർവ്യൂ പേടി ഉണ്ടാവും. ഇൻ്റർവ്യൂ എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എങ്ങനെ നമ്മുടെ ഈ കോഴ്സ് എന്നല്ല, പൊതുവെ ഇൻ്റർവ്യൂവിനോടൊരു പേടിയുള്ളവരാണ് എല്ലാവരും. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇൻ്റർവ്യൂവിനെ പേടിയോടെ കാണരുത്. കാരണം നമുക്ക് അപ്പം തന്നെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. ഇപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പോലും നമ്മളത് ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ അഭിനയിക്കുക, കോൺഫിഡൻ്റ് ആണെന്ന് നമ്മൾ അഭിനയിക്കുക. അപ്പോൾ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് അത് എത്തും. നമ്മുടെ ബോഡി ആ ഒരു ബോഡിയുടെ നടക്കുന്ന സ്റ്റൈലും ഇരിക്കുന്ന സ്റ്റൈലൊക്കെ നമ്മൾ കോൺഫിഡൻ്റ് ഉള്ളതാക്കി എടുക്കുക, ആറ്റിറ്റ്യൂഡൊക്കെ. അപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് ആ സിഗ്നൽ എത്തും, കോൺഫിഡൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ഒരു ഇൻ്റർവ്യൂ പാനലിൽ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ പേടിക്കാത്തവരായിട്ട് ആരുമില്ല, എല്ലാവർക്കും പേടി തന്നെയാണ്. എത്ര വലിയ ആളാണെങ്കിലും എത്ര അറിയുന്ന ആളാണെങ്കിലും ഇംഗ്ലീഷ് വാദോരാതെ സംസാരിക്കുന്ന ആളാണെങ്കിലും ഇൻ്റർവ്യൂ പാനലിന് മുമ്പിലെത്തുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. പക്ഷേ നമ്മളവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക, അപ്പോൾ നമുക്ക് ആ പേടി മാറും. അതായത് നമ്മുടെ മുമ്പിലിരിക്കുന്നവർ മനുഷ്യന്മാരാണ്, അവർ നമ്മളെ പിടിച്ച് തിന്നൊന്നുമില്ലല്ലോ എന്നുള്ള മൈൻഡ് സെറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇൻ്റർവ്യൂ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങളുടെ സെൽഫ് ഇൻട്രോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. ഒരിക്കലും നിങ്ങൾ സെൽഫ് ഇൻട്രോയിൽ ഗ്യാപ്പ് ഇടാനോ അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുന്ന ഒരു ടൈമൊന്നും വരുത്താതെ നോക്കാം. മാക്സിമം നന്നായിട്ട് സെൽഫ് ഇൻട്രോ പറഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഇൻ്റർവ്യൂ പേടിയുള്ളവർക്കൊക്കെ ഇപ്പോൾ നമ്മുടെ എൻട്രിയിലാണെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ കോച്ചിങ് ഒക്കെ കൊടുക്കാറുണ്ട് സ്റ്റുഡൻസിന്, മോക്ക് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിന് മുമ്പ് അവർക്ക് റെസ്യൂമെ എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിനുവേണ്ടി സെഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇവർക്ക് നമ്മൾ ഇൻഡിവിജ്വലി മോക്ക് ഇൻ്റർവ്യൂസും ടെക്നിക്കൽ ഇൻ്റർവ്യൂസും സോഫ്റ്റ് സ്കിൽ ഇൻ്റർവ്യൂസും ഒക്കെ കൊടുത്തിട്ടാണ് അവരെ ഒരു ഇൻ്റർവ്യൂവിലേക്ക് വിടുന്നത്. അപ്പോൾ അങ്ങനെ വിട്ട് കഴിയുമ്പോൾ അവർക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്ന് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്തെങ്കിലും പറ്റും, നമ്മുടെ ഇൻ്റർവ്യൂ പേടികളൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് പ്രാക്ടീസിലൂടെയാണ്. ഫസ്റ്റ് നിങ്ങൾ ഒരു പ്രാക്ടീസും ഇല്ലാതെ ഒരു ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ പോയിരുന്നാൽ ഒന്നും കിട്ടില്ല, അത് ഉള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള പേടി ഉണ്ടാവില്ല, അയാൾക്ക് 10ാമത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ. അങ്ങനെയാണ് ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടുക ഇൻ്റർവ്യൂ ഒക്കെ. അപ്പോൾ നമുക്ക് ആ കോൺഫിഡൻറ്റ് തന്നെ കിട്ടും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഒരു പരിധി വരെ അറ്റൻഡ് ചെയ്യാനായിട്ടും ഹാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഞാൻ ഇതിന് മുമ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, നിങ്ങളെ മെൻ്റലി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലാതെ നിങ്ങളുടെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ വേണം എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡൗട്ടുള്ളവർക്ക് ആ വീഡിയോസ് എടുത്ത് കാണാവുന്നതാണ്. പിന്നെ നമ്മുടെ എൻട്രിയിൽ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന് പുറമെ നമ്മൾ കുറച്ച് ആഡ് ഓൺ കോഴ്സസ് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ബേസിക് IT സ്കിൽസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓഫീസ് ഓട്ടോമേഷൻ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ വേർഡ് എക്സലിൻ്റെയൊക്കെ ക്ലാസ്സസ് ആണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം, പഠിച്ച് കഴിഞ്ഞവരുണ്ടാവാം, ഇനി അറിയില്ലാത്തവരുണ്ടാവാം. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് കോമൺ ആയിട്ടാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്
ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് എക്സൽ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വേർഡ് എങ്ങനെയാണ് ഉള്ളത്, അതുപോലെ സ്റ്റിക്കി നോട്ട്സ്, നമുക്ക് കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളൊരു പ്രാക്ടിക്കൽ സെഷൻ നമ്മൾ നമ്മുടെ എൻട്രിയിൽ ഒരു കോഴ്സായിട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രീ ആഡ് ഓൺ കോഴ്സായിട്ടാണ് കൊടുക്കുന്നത്. അതിന് പുറമെ നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ കോഴ്സും കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് തന്നെയാണ്. അതായത് ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന HIS സോഫ്റ്റ്വെയർ ഉണ്ട്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. പണ്ടൊക്കെ പേപ്പറൊക്കെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹോസ്പിറ്റൽസിൽ, അറിയാമല്ലോ. പിന്നെ എക്സൽ യൂസ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ആണ്, അതായത് അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാനും പേഷ്യൻസ് റിമൈൻഡേഴ്സ് കൊടുക്കാൻ, അവരുടെ പേഷ്യൻറ്റ് ഫയൽസ് ഡീറ്റെയിൽസ് ഡോക്ടേഴ്സിനൊക്കെ അലോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മിക്ക ഹോസ്പിറ്റൽസിലും സെയിം ഇതല്ലെങ്കിലും ഇതിൻ്റെ വേരിയൻ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് പഠിച്ച ആളാണ്, എക്സാമൊക്കെ ചെറിയൊരു രീതിയിലൊരു എക്സാമും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ ഒപ്പം തന്നെ, കാരണം ഈ ഒരു കോഴ്സ് കൊടുത്തുകൊണ്ട് മാത്രം ഒരിക്കലും ഒരാൾക്ക് ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ പാസ്സാവാനോ സാധിക്കില്ല. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ആഡ് ഓൺ കോഴ്സസും അതിന് പുറമെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്, നിങ്ങളുടെ ഇംഗ്ലീഷ് ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ ലൈവ് സെഷൻസ് ആണ് ഇതെല്ലാം, നമ്മൾ ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് പുറമെ വരുന്ന ആഡ് ഓൺ കോഴ്സസ് ആണ് നമ്മുടെ ഈ കോഴ്സിൽ. അപ്പോൾ നമ്മുടെ എൻട്രിയിൽ നമ്മൾ നമ്മുടെ കോഴ്സിനൊപ്പം ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഠിച്ചിറങ്ങി നിങ്ങൾ നല്ലൊരു ഇൻ്റർവ്യൂ സെഷനൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹോസ്പിറ്റലിൽ നല്ലൊരു പൊസിഷനിൽ ജോബ് കണ്ടെത്താനായിട്ട് സാധിക്കും.